ലേറ്റസ്റ്റായിട്ട് അനീഷ് ഉണ്ടെങ്കിൽ ഒരു ഇൻ്റർവ്യൂ കൊടുത്തിട്ടുണ്ടായിരുന്നു. ലക്ഷ്മി നക്ഷത്രയായിരുന്നു ആ ഒരു ഇൻ്റർവ്യൂ എടുത്തിട്ടുണ്ടായിരുന്നത്. ലക്ഷ്മി നക്ഷത്രയുടെ ചാനലിൽ തന്നെയാണ് പുറത്ത് വിട്ടിട്ടുണ്ടായിരുന്നത്. അതിനകത്ത് അനുമോൾക്കെതിരെ കുറേയധികം കാര്യങ്ങൾ പിന്നെയും ഈ ഒരു അനീഷ് സംസാരിക്കുന്നുണ്ടായിരുന്നു. ഇവർ തമ്മിലുള്ള ഇടയ്ക്ക് വെച്ച് ഭയങ്കര ഇഷ്യൂവും കാര്യങ്ങളൊക്കെ ആയിരുന്നു. എല്ലാവർക്കും അറിയാവുന്നതാണ്. ഈ ഒരു അനുമോൾ ഉണ്ടെങ്കിൽ അനീഷിനെ കല്യാണം കഴിക്കും എന്നൊക്കെയുള്ള രീതിയിൽ കുറേയധികം വാർത്തകൾ വന്നിട്ടുണ്ടായിരുന്നു. അതേ കണക്ക് അകത്ത് വെച്ച് പെരുമാറി എന്നുള്ള രീതിയിൽ അനീഷൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തായാലും അതൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പം ലേറ്റസ്റ്റായിട്ട് അനീഷ് കൊടുത്ത ഇൻ്റർവ്യൂവിൽ പറയുന്നുണ്ട്, അനുമോളുണ്ടെങ്കിൽ ഭയങ്കര ഫേക്കായിട്ടാണ് തനിക്ക് തോന്നിയെന്നുള്ളൊരു കാര്യമായിരുന്നു അനീഷ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. വെളിയിൽ വെച്ച് ഞാൻ കാണുന്ന സമയത്തൊക്കെ, അതായത് ബിഗ് ബോസിൽ കാണുന്നതിന് മുമ്പ് ഞാൻ കാണുമ്പം ഈ ഒരു ടി വിയിലൊക്കെ ഷോയിൽ കാണുമ്പോൾ ഭയങ്കര ജെന്യുവനായിട്ടുള്ള വ്യക്തിയായിട്ടൊക്കെ തോന്നി. പക്ഷേ അകത്ത് വന്നതിന് ശേഷം ഭയങ്കര ഫേക്കായിട്ടൊക്കെ തോന്നി എന്നുള്ള രീതിയിൽ അനുമോൾക്കെതിരെ കുറേയധികം ആരോപണങ്ങൾ ഈ ഒരു അനീഷ് നടത്തിയിട്ടുണ്ടായിരുന്നു ഈ ഒരു ഇൻ്റർവ്യൂവിൽ. ഇതിന് പിന്നാലെ കുറേയധികം പേര് അനീഷിന് കമൻസ് നെഗറ്റീവായിട്ട് ഇടുന്നുണ്ടായിരുന്നു. നിങ്ങളെന്തിനാണ് ഇപ്പോൾ ഇതൊക്കെ പറഞ്ഞുകൊണ്ട് വരുന്നത്? ഇതൊക്കെ കഴിഞ്ഞ കാര്യമല്ലേ, പിന്നെ എന്തിനാണ് ഇത് കുത്തിപ്പൊക്കിക്കൊണ്ട് വരുന്നതെന്നൊക്കെ ചോദിച്ചിട്ട് കുറേയധികം പേര് നെഗറ്റീവായിട്ടൊക്കെ അനീഷിന് പറയുന്നുണ്ടായിരുന്നു. അനുമോളെ സപ്പോർട്ടും ചെയ്ത് സംസാരിക്കുന്നുണ്ടായിരുന്നു. നിങ്ങൾക്ക് ആ ഒരു ഫുള്ള് ഇൻ്റർവ്യൂ കാണണം എന്നുണ്ടെങ്കിൽ ലക്ഷ്മി നക്ഷത്രയുടെ വീഡിയോ പോയി കണ്ടാൽ മതി. ആ ഒരു ചാനലിൽ കാണും.